ഹായ് ഫ്രണ്ട്സ്. അപ്പം ഈ ഒരു ഡ്രോയിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗം കുറച്ചൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം അടുത്തൊരു കണ്ണ് നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ണിൻ്റെ കുറച്ച് ഭാഗം വരച്ച് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഞാൻ മെയിനായിട്ടുള്ള പാട്ടുകൾ, അതായത് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള പാട്ടുകളൊന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പീഡിലോ ഒന്നും കാണിക്കുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒരുപാട് കട്ട് ചെയ്ത് കാണിക്കുന്നു അല്ലെങ്കിൽ സ്പീഡിൽ കാണിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ലോയിൽ കാണിച്ചത്, അതായത് നമ്മൾ നോർമൽ സ്പീഡിൽ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും 1 മണിക്കൂറിൻ്റെ മുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ കാണും. പ്രത്യേകിച്ച് കളർ പെൻസിലൂടെ ആയതുകൊണ്ട് അത്രയും കൂടെ സമയം നമുക്ക് കൂടുതലായിട്ട് വേണം. അപ്പം ഞാൻ നോർമൽ സ്പീഡിൽ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒരുപാട് സമയം വരുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പം ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ബോറായിട്ട് തോന്നും. നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ്ങിലൂടെ പിന്നീട് ഇൻട്രസ്റ്റ് കുറയാനാണ് ചാൻസ്. നമ്മൾ ബ്രഷോടെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്കിൻ കളറൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു സെറ്റ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കളർ പെൻസിൽ വാങ്ങി നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ വാങ്ങി നോക്കി അല്ലെങ്കിൽ വരച്ച് നോക്കിയെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ പലരും എന്നോട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണ് നല്ല കളർ പെൻസിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോംസും ആർട്ട് ലൈനും ഇപ്പം ബ്രിസ്റ്റോയും ഈ 3 സെറ്റ് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് തന്നെയാണ്. പിന്നെ കുഴപ്പമില്ലാത്തതെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ലൈൻ്റെ വലിയ കുഴപ്പമില്ല. ഡോംസും കുഴപ്പമില്ല, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് ആർട്ട് ലൈനാണെന്ന് തോന്നുന്നു. അപ്പം ആർട്ട് ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൂടുതലും പോർട്രേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് തുടങ്ങുന്ന സമയത്ത്. അപ്പം എനിക്കത് തുടങ്ങിയ സമയത്ത് അത് ഈസി ആയിട്ട് തോന്നിയെങ്കിൽ ആ ഒരു സെറ്റ് നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ ക്യാമലിൻ്റെ കളർ പെൻസിൽ നല്ലതാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമലിൻ്റെ ഞാൻ ഇതുവരെ വാങ്ങി നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ. അപ്പം നോക്കിയ സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത പെൻസിലാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് വാങ്ങി നോക്കണമെങ്കിൽ നോക്കാം. അപ്പം ഞാനത് എങ്ങനെയാണ് വാങ്ങി നോക്കിയിട്ട് ആ സമയത്ത് ഞാൻ നിങ്ങളോട് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നമ്മളൊരു കാര്യം വാങ്ങി നോക്കാണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് വാങ്ങിയിട്ട് ഞാനത് വെച്ച് ഡ്രോയിങ് ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓരോ സമയത്ത് നമുക്ക് ഓരോ സെറ്റ് വാങ്ങാം. അപ്പം നമുക്ക് ഡോംസിൻ്റെയും കുറച്ചുകൂടെ നല്ല സെറ്റ് വാങ്ങണമെന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കുറഞ്ഞതാണ്. അപ്പം കുറച്ചുകൂടെയൊക്കെ നല്ല സെറ്റ് വാങ്ങിയിട്ട് ഡോംസിൻ്റെ വാങ്ങിയിട്ട് അതും ഉപയോഗിച്ച് നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ഞാൻ റിവ്യൂ പറയാം. അപ്പം ഇപ്പം മെയിനായിട്ട് നമ്മൾ ബ്രിസ്റ്റോനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വാങ്ങുവാണെങ്കിൽ നിങ്ങൾ പക്കായായിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റും. സ്കിൻ കളറെല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾ അത്യാവശ്യം അല്ലാത്ത കളേഴ്സൊക്കെ, അതായത് ഗ്രീന്, റെഡ് അങ്ങനെയൊക്കെ കളേഴ്സ് വേണമെങ്കിൽ അത് ഈ സെറ്റിനകത്തില്ല. അപ്പോൾ നിങ്ങളത് അതിനുവേണ്ടി ചെറിയൊരു ഡോംസോ എല്ലാം വാങ്ങിയാൽ മതി സെറ്റ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ഫോട്ടോയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫോട്ടോയെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയൊക്കെയാണ് നമുക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കണം, എവിടെയൊക്കെ നമുക്ക് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയുടെ ഈ ഒരു സൈഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലും ലൈറ്റ് അടിക്കുന്നത്, അതായത് ആ ചെവിയുടെ ഭാഗത്ത്, അതുപോലെ ആ മൂക്കിൻ്റെ ആ ഒരു കുറച്ച് ഭാഗത്ത്, അതുപോലെ കവിളിൻ്റെയും ആ നെറ്റിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ആ കവിളിൻ്റെ കുറച്ച് ഭാഗത്ത്, ആ കണ്ണിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ഒരു ഭാഗത്ത് ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തീരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് നിൽക്കുന്ന കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളർ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന കളർ ബ്രൗൺ ആണ്. പിന്നെ ലിപ്പിൻ്റെയൊക്കെ ആ ഭാഗത്ത് അത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു പിങ്ക് കളർ തന്നെ കൊടുത്താൽ മതി. പിന്നെ ആ ഒരു കുറച്ച് ഭാഗത്ത് നമുക്ക് അവിടെയും ബ്രൗൺ തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഡാർക്ക് ഷെയ്ഡ് വേണ്ടിടത്തെല്ലാം നമ്മൾ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോകുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു ലെയർ അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ആ ഒരു കളറ് നമ്മൾ ആ ഒരു ഫോട്ടോയെ നോക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കളർ നമുക്ക് അതുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത് ലെയർ ചെയ്യുക. അങ്ങനെ ഒരു ലെയറും ചെയ്തിട്ട് ആ ഒരു കടുപ്പം, ആ കളറിൻ്റെ ആ ഒരു കടുപ്പം നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ് അടിക്കുന്ന ഏരിയാസിൽ നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് അവിടെ നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ടില്ല. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഡാർക്ക് ഷെയ്ഡ് വരേണ്ടടത്തൊക്കെ നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്യാം. പിന്നെ ആ താടിയുടെ ഭാഗത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ കുറച്ച് നമുക്ക് ബ്ലാക്ക് പെൻസിലുകൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബ്രൗൺ കളർ, അതായത് നമ്മൾ ആദ്യം സ്കിൻ കളർ കൊടുക്കുക, അതിനുശേഷം ബ്രൗൺ കളർ കൊടുക്കുക, അതിനുശേഷം ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കഴുത്തിൻ്റെ ആ ഭാഗത്തും കൂടുതലും ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ ചിത്രത്തിൽ കാണുന്ന കളേഴ്സൊക്കെ എന്തൊക്കെയാണോ ആ കളേഴ്സൊക്കെ നമ്മുടെ കയ്യിലുള്ള സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ കളറൊക്കെ അവിടുത്തെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.
കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ്. നമ്മൾ മോഹൻലാലിൻ്റെ ആ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആദ്യം ഒരു കുറച്ച് ഡ്രോയിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് കളർ കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളൊക്കെ ഡൗട്ടൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അവിടെ ആദ്യം ഏത് കളർ കൊടുക്കണം, അവിടെ ഏത് ഷെയ്ഡാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം ഡാർക്ക് അവിടെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ട പ്രാക്ടീസ് തന്നെയാണ്. അതിപ്പം നമ്മൾ ഈ കളർ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിലും ശരി, അല്ലാത്ത ഡ്രോയിങ് ആണെങ്കിലും ശരി, നമുക്ക് പ്രാക്ടീസ് തന്നെയാണ് മെയിനായിട്ട് വേണ്ട കാര്യം.
പിന്നെ നമ്മൾ ഈ മുടി വരയ്ക്കുന്ന കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മുടിയുടെ മുകൾ ഭാഗത്തെല്ലാം ലൈറ്റ് അടിച്ചിട്ടൊരു ബ്രൗൺ കളർ അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം അവിടെ ബ്രൗൺ കളർ അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ കളറായിട്ട് നമ്മൾ ബ്ലാക്ക് പെൻസിൽ വെച്ച് വരയ്ക്കുക. അതേസമയം നമ്മൾ ആ താഴേക്ക് വരുന്ന ഭാഗത്ത്, അതായത് ചെവിയുടെ തൊട്ട് മുകളിലും നെറ്റിയുടെ അടുത്തോട്ട് വരുന്ന ഭാഗത്തുമൊക്കെ കൂടുതലും ബ്ലാക്ക് തന്നെയാണ്, നല്ല രീതിയിലുള്ള കറുപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ബ്ലൂ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് ബ്ലൂവോ അല്ലെങ്കിൽ ഗ്രീനോ ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ കളറായിട്ട് നമ്മൾ ബ്ലാക്ക് പെൻസിൽ യൂസ് ചെയ്യുക. അപ്പം മുകളിൽ, അതായത് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ ഭാഗമില്ലേ, ലൈറ്റ് അടിച്ചിട്ട് വരുന്ന ആ ബ്രൗൺ കളറിൻ്റെ ഭാഗത്ത് അവിടെ നിങ്ങൾ ബ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഡയറക്റ്റ് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരച്ചാൽ മതി. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.